ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലാണ്. മികച്ച ലൈബ്രറി, ശാസ്ത്ര പഠനത്തിനായി പ്രത്യേക ലാബ്, അങ്ങനെ മികവുറ്റ രീതിയിൽ കുട്ടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടം KV. നമുക്ക് കാണാം അവിടുത്തെ വിശേഷങ്ങൾ. ഈ സ്കൂളിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ടിങ്കറിംഗ് ലാബാണ്. ഒരുപാട് കുട്ടികൾ അകത്തുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ലാബാണ് ഈ ടിങ്കറിംഗ് ലാബ്. എല്ലാ സ്കൂളുകളിലും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് അകത്ത് കയറിയിട്ട് അവരോട് സംസാരിക്കാം. ഹലോ, അപ്പോൾ ഇതാണ് ഇവരുടെ ടിങ്കറിംഗ് ലാബ്. ഇവിടെ ഇവർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ശാസ്ത്രജ്ഞരാണ് ഇവരെല്ലാവരും എന്ന് നമുക്ക് പറയാം. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളിലും ഇല്ല നിങ്ങളുടെ പോലത്തെ ഒരു ലാബ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞങ്ങൾക്ക് അറിയണം. അതുപോലെ ഒരുപാട് കുഞ്ഞു പ്രേക്ഷകരുണ്ട് ന്യൂസ് 18 പാടുന്നതല്ല. അപ്പോൾ അവർക്ക് അറിയണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് ഇവിടെ നമ്മൾ മിക്ക സാറ്റർഡേസുമാണ് നമുക്കിവിടെ CC പീരീഡ്സ് ഉണ്ട്. അപ്പോൾ CC പീരീഡ്സ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ക്ലബ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഓരോ ക്ലബിലുള്ള ആൾക്കാർ അവരവരുടെ ക്ലബ്ബിൽ വന്ന് ചെയ്യും. ഇത് അറ്റൽ ടിങ്കറിംഗ് ലാബാണ്. അപ്പം അറ്റൽ ക്ലബിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യും. ഇവിടെ നമുക്ക് 3D പ്രിന്റേഴ്സ് ഉണ്ട്. അത് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ അങ്ങനെ വലിയ സ്കൂളുകളിലൊന്നും ഇല്ല. പിന്നെ കോളേജിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 3D പ്രിന്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഡ്രോൺ മേക്കിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രോൺസ്, ടെക്നോളജി പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ അതൊക്കെ പടത്തിൽ കണ്ടു പഠിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് ഉണ്ടാക്കിയൊക്കെ പഠിക്കുകയാണ് അല്ലേ? നമുക്കിവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ PM ശ്രീ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്ട്രാ പുറത്ത് കൊണ്ടുപോയിട്ട് എക്സ്കർഷൻ ആക്ടിവിറ്റീസ് ഉണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി കാണാൻ. നമ്മൾ ലൈക്ക് 11th സ്റ്റാൻഡേർഡിൻ്റെ സയൻസ് ബാച്ചസ് നമ്മൾ റീസെൻ്റ്ലി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഒരുപാട് അവിടുത്തെ ലാബ്സ്, അവിടെ എങ്ങനെയാണ്, അവിടെ 3D പ്രിൻ്ററുടെ വർക്കിംഗ്, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണ്ടു. എന്ന് വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലി അറിയാനുള്ള ഒരു പോസിബിലിറ്റി. പിന്നെ നമ്മൾ ഇവിടെ റീസെൻ്റ്ലി ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വാട്ടർ റോക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ തന്നെ ഉണ്ടാക്കുകയായിരുന്നു. ബേസിക് മെറ്റീരിയൽസ് വെച്ചിട്ട് ജസ്റ്റ് ലൈക്ക് ബോട്ടിൽസ്, കാർഡ്ബോർഡ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 10 റോക്കറ്റ്സ് ഉണ്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ഒരു മരത്തിൻ്റെ ഉയരത്തിലൊക്കെ പോവും, എന്ത് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത് അറ്റൽ ടിങ്കറിംഗ് ലാബാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയതാണ് സ്കൈ വാച്ചിൻ്റെ ടെലിസ്കോപ്പ്. അപ്പോൾ ഇത് നമുക്കത് 10x നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ആരാ ഹെൽപ്പ് ചെയ്യുക? അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഗൈഡ് ചെയ്യാനുണ്ടാവുമല്ലോ, അതാരാണ്? നമ്മുടെ സയൻസ് ടീച്ചേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഏറ്റവും ഫാക്റ്റായിട്ട് ലൈക്ക് വിനു സാറ് കെമിസ്ട്രിയാണ്, സാറാണ് ഇത് നോക്കുന്നത്. പിന്നെ അശ്വതി മാഡം ഫിസിക്സ് ആണ്. അവർ രണ്ടുപേരുമാണ് അറ്റൽ ടിങ്കറിംഗ് ലാബ് മാനേജ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ സയൻസ് ടീച്ചേഴ്സും നമ്മുടെ സപ്പോർട്ടാണ്. അറ്റൽ ടിങ്കറിംഗ് ലാബ്, എക്സ്കർഷൻസ്, അതും കൂടാതെ വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. ഇപ്പം പ്രപഞ്ചന പറഞ്ഞ പോലെ തന്നെ CCA പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്ന് പറയുമ്പം മെയിൻലി നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ടീം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതാണ്. അപ്പം പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള പ്രോഗ്രാംസ് ഒക്കെയാണ് നമ്മളെപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആനുവൽ ഡേക്കൊക്കെ നമ്മൾ ലൈക്ക് സിനിമാറ്റിക് ഡാൻസ് അല്ലാതെയും നമ്മൾ ഓരോ സ്റ്റേറ്റ്സ് ഫോക്കസ് ചെയ്തിട്ട് അവരുടെ കൾച്ചർ, അവരുടെ സോങ്സ് അല്ല. ഇവിടെ ശരിക്കും KV എന്ന് പറയുമ്പോഴൊരു ഡൈവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പം അതെപ്പോഴും നമ്മളെ മാക്സിമം ടീച്ചേഴ്സൊക്കെ എല്ലാവരെയും ഉൾക്കൊണ്ട് കറക്റ്റ് ഒരു ഇന്ത്യൻ കൾച്ചറൊക്കെ പഠിപ്പിക്കാനൊക്കെ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതും കൂടാതെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ഹ്യൂമാനിറ്റീസിനാണ്. അപ്പം നമ്മളെയൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ എക്സ്കർഷൻസ് ആയിട്ട് കോയിക്കൽ പാലസിലൊക്കെ കൊണ്ടുപോയി. സ്കൂളിൽ ക്ലാസ്സിലിരിപ്പ് കുറവാണല്ലേ? അല്ല, എപ്പോഴും നമ്മൾ ബുക്ക് ബേസ് ചെയ്ത് പഠിപ്പിക്കാനേക്കാളും പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാനാണ് ടീച്ചേഴ്സ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ജസ്റ്റ് ഒരു നോർമൽ ഡ്രോൺ അല്ല, നമ്മുടെ അഗ്രികൾച്ചറിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാനുള്ള ടൈപ്പ് ഡ്രോൺ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളമോ അല്ലെങ്കിൽ ഇത് വളമൊക്കെ ഇടാൻ വേണ്ടി ഫാമേഴ്സിന് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവിടെ പോയിരുന്നത് കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഇത് തന്നെ പോയിട്ട് അവിടെ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് പ്രൊജക്ട്സ് ആണെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻസ് ഒക്കെ വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തെന്നായിരുന്നു ഈ ഡ്രോൺ എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാർഷിക ആവശ്യത്തിനുള്ള ഡ്രോൺ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തിയത് ആരായിരുന്നു?
അത് ആക്ച്വലി ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഡ്രോൺ ഉണ്ടാക്കാനുള്ള ഇവിടെ ഇപ്പോൾ നമുക്ക് ചെറിയ കേസസ് കിട്ടും, ചെറിയ ചെറിയ ഡ്രോൺസ് ഉണ്ടാക്കാൻ പറ്റുന്നേ. അപ്പം അതും ഈ അഗ്രികൾച്ചറും വെച്ച് വെറുതെ ചിന്തിച്ച് നോക്കിയപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. സാറിനോട് ഇത് അവതരിപ്പിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. നമുക്ക് അങ്ങനെ ഇതല്ലേ, നമുക്ക് ഇവിടെ നമുക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്ന് ചെയ്യാവുന്നതാണ്. ഓ അങ്ങനെയുണ്ടല്ലേ. ഓ ശരി ശരി, നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഫെയിൽ ആയാൽ തന്നെയും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പം നെക്സ്റ്റ് പ്രൊജക്റ്റിന് നമുക്ക് കുറച്ചും കൂടിയും എക്സ്പീരിയൻസ് കൂടുമ്പോൾ ആ പ്രൊജക്റ്റ് ചിലപ്പോൾ ക്ലിക്ക് ആവും. ഗംഭീരം. നിങ്ങളപ്പോൾ എത്ര പേരാ ടീം ഉണ്ടല്ലോ നിങ്ങളുടെ? ഇതിപ്പോൾ ഈ പ്രൊജക്റ്റ് ഇപ്പോൾ 4 പേരാണ് ചെയ്യണത്. ഞാൻ, ഗോകുൽ, അഭിനവ്, അക്ഷയ്. 4 പേരും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഇത് ഇത്ര ആയല്ലോ, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കുട്ടികളെ കാണിക്കാനൊക്കെ ഉള്ള അവസരം? ആദ്യം നമ്മളിത് നമ്മുടെ ഇവിടെ ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഒന്ന് പറത്തി നോക്കും. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഡേറ്റാസ് കിട്ടുന്ന കറക്റ്റ് ആണെങ്കിൽ നമ്മളിത് എന്താണ് ഇനിയും ഇപ്പൊ ഈ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫണ്ടൊക്കെയോ നിങ്ങൾ തന്നെയാണോ? ഇതിന്റെ എന്താണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഈ ലാബിൽ അവൈലബിൾ ആണ്. അപ്പോ മോൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഭാവിയിൽ ഇന്ന ആളാകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ ഇവിടെ വെച്ച് വന്നിട്ടുണ്ടോ? ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് ഇതായിട്ടാണ്. പിന്നെ ഇതിന്റെ ഒരു ഇപ്പം കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. ഇതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ രീതിയുണ്ട്. അതായത് ഇപ്പം സോയിലില് മോയ്സ്ചറാണ് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇനിയും കുറവാണെങ്കിൽ വാട്ടർ ലെവൽ വെള്ളം കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വെള്ളം സ്പ്രേ ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റും. അത് നമ്മളിപ്പം ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം അതാണ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. വേറെ നമ്മുടെ ഇപ്പം ഈ ലാബ് തന്നെ നമുക്ക് കുറേ ആക്സസറീസ് തരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പം ബേസിക്കലി ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ്. അപ്പം കുട്ടികൾ പല ഇന്നോവേറ്റീവ് ഐഡിയാസ് ആയിട്ട് കൊണ്ടുവരുമ്പം ടീച്ചേഴ്സ് ആരും ഡീമോട്ടിവേറ്റ് ചെയ്തില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ പരാജയമാണ് വിജയത്തിന്റെ ചവിട്ടുപടി എന്നൊക്കെ നമ്മൾ ഭംഗിവാക്കൊക്കെ പറയുമെങ്കിലും കുറെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പരാജയപ്പെടുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേ? അങ്ങനെ പരാജയപ്പെട്ട എന്തെങ്കിലും പെട്ടെന്ന് പറയുവാണെങ്കിൽ ഓർത്ത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഏത് പരീക്ഷണമായിരുന്നു? കുറച്ച് വിഷമിച്ചു വീട്ടിലൊക്കെ പോയിട്ട് എന്നാലും ഇടയ്ക്കൊക്കെ എന്നാലും ഇങ്ങനെ പറയില്ല? ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആദിത്യൻ്റെ. അവൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ രണ്ടുപേരും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ആദിത്യൻ എന്തിയെ? ആദിത്യൻ ഇപ്പം വേറെ ഷിഫ്റ്റിലാണ്. അയ്യോ, ഷിഫ്റ്റ് മാറി. അപ്പം നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യാൻ നോക്കിയ ഒരു റിമോട്ട് കൺട്രോൾ കാറാണ്. ആ കാറിന്റെ ബാക്കിയെല്ലാം വർക്ക് ആവുന്നുണ്ട്. സോളാർ പാനലാണ് നമ്മൾ വയ്ക്കാൻ ഉപയോഗിച്ചത്. അതിന്റെ പക്ഷെ ആ സോളാർ പാനലിൽ നിന്ന് അത്രയ്ക്ക് ആ കാറിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനർജി കുറവായിരുന്നു. പിന്നെ നമുക്ക് അതിന്റെ ബാറ്ററി അല്ലാതെ വെച്ച് സാധാരണ ഒരു കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു കാർ പോലെ ആക്കി. അപ്പൊ എവിടെയാണ് അതിന് പിഴവ് പറ്റിയെന്ന് പിന്നീട് ചിന്തിച്ച് പിന്നീട് അത് അപ്പൊ തന്നെ മനസ്സിലായിരുന്നു ആ പവർ കിട്ടുന്നില്ല. ഒന്നാമത് ആ സോളാർ പാനലിൽ ചെറുതായിരുന്നു. പിന്നെ കുറച്ച് വലിയ സോളാർ പാനൽ വെച്ച് അതിനെ കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഓക്കെ. അപ്പൊ അതാണ് ഒരു പരാജയപ്പെട്ട ഒരു സംഭവം. അത് വൺ ഓഫ് മെയിൻ. എന്താണ് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ള? ഡ്രോണിന്റെ ടീമിലേക്ക് വന്നപ്പോ എന്താ തോന്നിയത്? ഇതൊരു അഗ്രികൾച്ചർ ബേസ്ഡ് ഡ്രോൺ ആണ്. ഇത് മറ്റേ സോയിലുള്ള മോയ്സ്ചർ കണ്ടന്റും ഹ്യൂമിഡിറ്റിയും അതിന്റെ സെൻസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ സെൻസ് ചെയ്തെടുത്തിട്ട് അതൊക്കെ പോട്ടെ, അത് പറഞ്ഞു ഫ്രണ്ട്സ്. ശരി, വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ? അപ്പോ നല്ല സപ്പോർട്ടുണ്ട്. അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇതിനെ പറ്റിയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചു തരും. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇതുപോലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കൊക്കെ പോകണമെന്നുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇവിടെ വന്ന ശേഷം എനിക്ക് AI മറ്റേ ഈ CS പരമായിട്ട് പോകാനുള്ള ഒരു അടിപൊളി, സൂപ്പർ, നടക്കട്ടെ. എന്താണ് ഇഷ്ടം? എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഏരിയ? എന്താണ് പഠനത്തിനപ്പുറം? സയൻസ് ഇഷ്ടമാണോ? സയൻസ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ചെയ്യാറുണ്ടോ എന്തെങ്കിലുമൊക്കെ? ഞാൻ ഇതുവരെ ഇവിടെ വന്ന് ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ചേട്ടന്മാരൊക്കെ ചെയ്യുമ്പോ അല്ലേ ഡ്രോൺ അഗ്രികൾച്ചറൽ ഡ്രോൺസ് ഒക്കെ ഈ സോയിലിന്റെ മോയ്സ്ചറൊക്കെ ഇതാക്കണ ഡ്രോൺസ് ഒക്കെ ഉണ്ടാക്കുമ്പോ എനിക്കും അങ്ങനെ ഒരു ദിവസം ആവണമെന്നുണ്ട്. എന്താ ചേട്ടന്മാരെ എന്തൊരു എനിക്ക് വയ്യ. അനിയന്മാരൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? എന്തൊക്കെയാണ്? ഏതൊക്കെ ഇതിലെ പങ്കെടുക്കുക? മോസ്റ്റ്ലി എലക്യൂഷൻ. അടിപൊളി. പിന്നെയോ? എലക്യൂഷൻസ്, എസ്സേ റൈറ്റിംഗ്, പോയം റൈറ്റിംഗ്. അങ്ങനെ പോയം റൈറ്റിംഗ് ഇംഗ്ലീഷാണോ മലയാളമാണോ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് ഇഷ്ടം അല്ലേ? സംസാരിക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് മലയാളത്തിന് വരുന്നുണ്ട് അല്ല, ഇംഗ്ലീഷ് കയറി വരുന്നുണ്ട്. ഗുഡ്, അടിപൊളിയാണ്. പിന്നെ അപ്പോൾ എന്തൊക്കെയാണ് എഴുതുന്നത്? എഴുതിയ എന്തെങ്കിലും ഒരു പോയിന്റിന് 4 പേര് ഞങ്ങൾക്ക് വേണ്ടി പറയാം. സ്വന്തമായിട്ട് എഴുതിയത്. Roses are red, they grow on beds,
They sway in the breeze, attracting the honeybees. When roses bloom, it pulls all my gloom. ഇതാണ് ഇവിടെ വരുമ്പം എല്ലാ ആൾക്കാരും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു കാറാണ്. കാറാണ്. നമ്മൾ വരുമ്പോൾ ഇവിടെ കാറിന് പാർട്സ് ഒന്നുമില്ല, എല്ലാരും യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളൊരു ഇവിടെ ഒരാള് യൂസ് ചെയ്ത് അല്ലേ? അങ്ങനെ എല്ലാം നമ്മൾ കുറെ ബേസുകൾ എടുത്ത് ഡബിൾ ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ച് ഉണ്ടാക്കി എടുക്കാൻ നോക്കി. അപ്പം മോട്ടറൊക്കെ വെച്ച് നോർമലി ചെയ്യല്ലേ, ബാക്കി കാറുകളെക്കാളും ഡിഫറെന്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അതെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ആലോചിച്ച് ഫസ്റ്റ് ഒരു ഹോൺ ഉണ്ടാക്കണം, ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിങ്ങനെ ഓടുമ്പം ഇത്ര മീറ്ററിനകത്ത് എന്തെങ്കിലും ഒബ്സ്റ്റിക്കിൾ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഒരു ഹോൺ പോലെ സൗണ്ട് കേൾക്കണം. ഓക്കെ, ഓട്ടോമാറ്റിക് ഹോൺ. യെസ്, അത് ആ ഒരു ഐഡിയ വെച്ച് ഓട്ടോമാറ്റിക് കാറായിട്ടല്ല നമ്മളൊരു ഹോബി ഇൻട്രസ്റ്റ്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ഒരു ഹോൺ ഉണ്ടാക്കിയപ്പം വിനു സാർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് ഒക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഒരു കാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒബ്സ്റ്റിക്കിൾ അവോയ്ഡിങ് കാറായിരുന്നു, 7ാം ക്ലാസ്സിൽ ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് 2 സൈഡും നോക്കി ഒരു സൈഡിലോട്ട് മാത്രം പോകാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കാൻ കുറെ കാലം ശ്രമിച്ചു. ഏതാണോ ബെറ്റർ അങ്ങോട്ടേക്ക് തിരിയണം. ആ ഒരു ഐഡിയ സൂപ്പർ ഐഡിയ തോട്ട്. അങ്ങനെ കുറെ പോയി, എന്നാലും അത് ഒരു വർഷം വെച്ചിട്ടും കിട്ടിയില്ല. ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ 2 വർഷം കോവിഡ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പം +1 വന്ന് ഞാൻ പിന്നെ ഒരു ട്രാക്കിംഗ് കാർ ഉണ്ടാക്കി. എക്സിബിഷന് സെലക്ട് ആയി. നമ്മൾ പിന്നെ അത് അവന്റെ കൂടെ ടീംമേറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്ത് ഒരു വീൽ ചെയർ ആക്കി ക്ലസ്റ്ററിന് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. സൂപ്പർ, അടിപൊളി. ഞാൻ ഇതേപോലെ 7th ഒരു സയൻസ് എക്സിബിഷൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ആംബുലൻസ് മീൻസ് ആ ആംബുലൻസ് വരുന്നതിന് ലൈക്ക് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് മുമ്പേ ഫ്രണ്ടിലുള്ള കാർസിനെല്ലാം ലൈക്ക് സ്ക്രീനിൽ സിഗ്നൽ കിട്ടും ആംബുലൻസ് വരുന്നുണ്ട്. സിഗ്നൽസ് എല്ലാം ഗ്രീൻ ആവും. ഒരു നമ്മൾ സെറ്റ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് റേഡിയസിനകത്ത് ആ സിഗ്നൽസ് ഗ്രീൻ ആവും. അത്രയുള്ള കാർസിന് ആ റൂട്ടിലുള്ള ഒരു കാർസിനെല്ലാം സിഗ്നൽ കിട്ടും. ഗ്രീൻ സിഗ്നൽ ആകുമ്പോഴും പ്രശ്നം ഇല്ലേ? എന്നാലും റെഡിനെ കാട്ടി ബെറ്റർ ആണ് അല്ലേ? അതായത് ട്രാഫിക് കാണില്ല, ക്ലിയർ ആവും. ഓക്കെ. അതെ. അപ്പൊ എന്താ ഇൻട്രസ്റ്റ് എന്നുവെച്ചാൽ ലൈക്ക് എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇൻട്രസ്റ്റ് എയർസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ. പിന്നെ അല്ലാതെ സോഷ്യൽ ഇഷ്യൂസ് ഞാൻ കറണ്ട് അഫയേഴ്സ് ഒരുപാട് നോക്കും. ടിങ്കറിംഗ് ലാബ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ കുറച്ച് സ്കൂൾസിനാണ് ATL ലാബ് സാങ്ഷൻ ചെയ്തത്. അതിൽ നമ്മുടെ സ്കൂൾ ഉണ്ടായിരുന്നു, കേന്ദ്രീയ വിദ്യാലയം പട്ടം. അപ്പോൾ 2017 മുതൽ നമ്മൾ ഫുൾ ഫ്ലെഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഫണ്ടുകൾ അതെല്ലാം നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് തന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു ബൂമിംഗ് ആണ്, നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലാബ് അല്ല, ഒരു വർക്ക്ഷോപ്പാണ്. കുട്ടികളുടെ ഐഡിയ അത് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആസ് എ ടീച്ചർ നമുക്ക് അറിയുന്നതും അറിയാത്തതും ഉണ്ട്. പക്ഷേ എന്നെക്കാൾ നന്നായിട്ട് എൻ്റെ സ്റ്റുഡൻസിനാണ് അറിയാവുന്നത്. ഇവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷനും കുട്ടികൾക്ക് ഇവിടെ കൊടുക്കാറില്ല. നമ്മൾ 6th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്ത് കയറി എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അലങ്കോലമായി ലാബ് കിടക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് മാത്രമല്ല, ഇവർക്ക് ഡൗട്ട് വരുന്ന ക്ലിയർ ചെയ്യാനായിട്ട് വെളിയിൽ നിന്ന് മെന്റേഴ്സിനെ വിളിച്ച് ക്ലാസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ലൈബ്രറിയിൽ അറ്റ് പ്രസന്റ് നടക്കുന്നുണ്ട്, ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് റോബോട്ടിക്സിന്റെ, ഒരു ബ്രേക്ക് ത്രൂ സയൻസിന്റെ, ഗ്ലോബൽ സയൻസ് ഫെറ്റ് നടക്കുന്നുണ്ട്, അവരുടെ കെയർ ഓഫിൽ നടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രൈസ് കൊണ്ടുവന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ കുറേ ഇത് 2 വർഷം മുമ്പ് ഒരു കുട്ടിയുടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ ഒരു പ്രോജക്റ്റ് സെലക്റ്റഡ് ആയി. ആ കുട്ടിയുടെ അത് സെലക്റ്റഡ് ആയി, അവനെ ഹയർ ലെവലിൽ വിളിച്ചു. ഈ വർഷവും നമ്മൾ 2-3 പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീജിയണൽ സയൻസ് എക്സിബിഷന് നമ്മുടെ കുട്ടികളുടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് പ്രോജക്ട്സുകളെല്ലാം. ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ഞാനും എൻ്റെ കുട്ടികളും. അപ്പോൾ am I correct na? Yes. Thank you sir, thank you so much. കാർ ഉണ്ടല്ലോ, എന്താണ്
ഇത് ജസ്റ്റ് അവിടെ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്നതാണ്. അവിടെ അത് മോയ്സ്ചർ ഉണ്ടോന്ന് അത് എയർ കൂടെ ചെക്ക് ചെയ്യുന്നു. ഇത് നമ്മൾ ഗ്രൗണ്ടിൽ കൂടെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇത് ജസ്റ്റ് അഗ്രികൾച്ചർ ലാൻഡിൽ കൂടെ പോയിട്ട് അവിടെ വെള്ളം ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് വെള്ളം പമ്പ് ചെയ്യും, നനയ്ക്കും. അപ്പൊ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ഇതെന്തായിരുന്നു? ഇവിടെ ഈ കാറിന്റെ പാർട്സ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് വന്നത്? അത് ആണ് അല്ലേ, അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. സായുജ് ഞാൻ ഈ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലുള്ള ഒരു പാട്ട് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് കാണുന്ന ഒരു വാട്ടർ സെൻസറാണ്. അപ്പം ലാൻഡിൽ പോകുമ്പോൾ അവിടെ ഡ്രൈ ലാൻഡ് ആണെങ്കിൽ ഇത് വാട്ടർ സെൻസ് ചെയ്തിട്ട് നമ്മൾ മെസ്സേജ് അയക്കും, ആ ഒരു ടീം മെസ്സേജ് അയക്കും. ആൻഡ് അതിന് ഫുൾ കണക്ഷനും പിന്നെ അതിനൊരു മെയിൻ ബോർഡുണ്ട്, ആർഡിനോ മോഡൽ എന്ന് പറയുന്നത്. അതന്നെ ഇത് മെഗയാണ്. ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇത് യൂണിയാണ്. അപ്പം ഈ ഒരു അവർ മേളിൽ കൂടെ ആയിരിക്കും പോകണം, ഇത് ലാൻഡിൽ കൂടെ ആയിരിക്കും പോകണം. അപ്പം പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, ഏക്കറോടെ ആയിരിക്കും ഈ അഗ്രികൾച്ചർ ഉള്ളത്. അപ്പം നമുക്ക് ഈ ഒരു മെയിനായ ആൾക്ക് പോയി നോക്കാൻ പറ്റില്ല, ഫുൾ സ്ഥലത്ത് പോകണം. അപ്പം ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ അഡ്വാൻസ് ആണ്, ടെക്നോളജി ഫുൾ അഡ്വാൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു റോബോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെ അവിടെ വെള്ളം ഉണ്ടോ നോക്കുകയും ചെയ്യും, ഇത് നനയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സിബിഷൻസിനൊക്കെ പുറത്ത് പോയിട്ടുണ്ട്? അതിനെ കുറിച്ച് പറയാം, എന്റെ എക്സ്പീരിയൻസ് ഒക്കെ. ഞാൻ ഇവിടെ സയൻസ് എക്സിബിഷൻ ഉണ്ടായിരുന്നു, അപ്പം ക്ലസ്റ്റർ ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കിട്ടി. എന്തായിരുന്നു ചെയ്തത്? ഞാനൊരു ഹില്ലി ഏരിയസിൽ നമ്മൾ ആക്സിഡന്റ് നടക്കും. അപ്പം അവിടെ ഈ ട്രസ് പാസിങ് നല്ല കുറവായിരിക്കും, അപ്പം ആരും കാണാറില്ല. അപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നാൽ അടുത്തൊരു പാസഞ്ചർ വരാൻ മണിക്കൂറിലാവും. അപ്പോൾ ആക്സിഡന്റ് നേരത്തെ ഒരു 2 മണിക്കൂർ മുമ്പ് നടന്ന ആൾക്ക് ചിലപ്പോൾ മരിച്ചു പോകാനോ നല്ല ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പം ആ ഹില്ലി ഏരിയസിൽ ബാരിയേഴ്സ് കാണും. ആ ബാരിയിൽ ഒരു സർക്യൂട്ട് ഉണ്ട്. ഇപ്പം ഒരു കാറ് വന്ന് ഒരു എന്തെങ്കിലും വെഹിക്കിൾ വന്ന് പൊട്ടുകയാണെങ്കിൽ ആ ബാരിയിൽ പൊട്ടും, ആ ഒരു സർക്യൂട്ട് പൊട്ടും. അപ്പം നേരെ അതോറിറ്റീസിന് മെസ്സേജ് പോകും, അലാം പോകും. ഇങ്ങനെ സ്ഥലത്ത് ഈ ഒരു ഹില്ലി ഏരിയയിൽ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. ഇത് ഒരു നോർമൽ അർഡിനോ ബോർഡാണ്. ഇത് കടയിലൊക്കെ നോർമലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു യൂനോ, അത് മെഗാ യൂനോ. ഇപ്പം ഇതിന്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കോഡ് ഇവിടെ കൊടുക്കും. അപ്പം ഇപ്പം ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഇതേപോലത്തെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ഓൺ ചെയ്യാൻ പറ്റും, ബ്ലിങ്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഓരോ കോഡ് കൊടുക്കുമ്പം ഇവിടുന്ന് ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. ഈ ബോർഡ് ഇപ്പം നോർമൽ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു ഇതാണ്, മോഡലാണ്. അപ്പോൾ ഇത് ഈ ഇലക്ട്രിക് എനർജി ഈ നോർമലി LED ബൾബിലൊക്കെ കൊടുക്കുമ്പം ഓഫ് ആവുന്ന സമയത്ത് ഓഫ് ആകുമ്പോൾ അല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓരോ ടൈം വെച്ച്. പിന്നെ ഞാൻ 2022 നാഷണൽസ് പോയി ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു. ടെന്നീസ് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അല്ലാതെ നമ്മളുടെ എസ്കോർട്ട് ടീച്ചർ ഈ വർഷം വിനു സാറായിരുന്നു. സാറ് നല്ല കെയറിങ് ആണ്. അല്ലാതെ ഇവൻ നല്ല പ്രാക്ടീസ് ഒക്കെ ഇപ്പോൾ എക്സാംസ് ആയതുകൊണ്ട് കുറേ ദിവസമായിട്ട് പോകുന്നില്ല. എനിക്ക് റീജിയണൽസ് വരെ പോകാൻ പറ്റിയിട്ടുള്ളൂ, നാഷണൽസ് പറ്റിയിട്ടില്ല. പക്ഷെ റീജിയണൽസും നല്ല ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിക്കാൻ പറ്റുമോ അവിടെ പോയിട്ട്? അവിടെ നമ്മൾ കുറെ നന്നായിട്ട് കളിക്കുന്ന, അവർ ഫുൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ കൂടെ കളിച്ച്. ഞാൻ ഇവിടെ കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് ഇവിടെ ഉള്ളതെല്ലാം നല്ല രസമുള്ള കാര്യങ്ങൾ. ഇതെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂടെ പോകുമ്പം എല്ലാവരും ചെയ്യണ കാണുമ്പം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരും. ഉണ്ട്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അടുത്ത വർഷം തൊട്ട് ചെയ്യണം. ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? 10th. ഈ സ്കൂളിൽ പഠിച്ചത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം KVയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഫീൽഡ് നമുക്ക് അവർ പ്രിപ്പയർ ചെയ്ത് തരും. വി ജസ്റ്റ് ഹാവ് ടു സോ ദ സീഡ്സ് ആൻഡ് വാച്ച് ഇറ്റ് ഗ്രോ, ബിക്കോസ് ദാറ്റ്സ് ജസ്റ്റ് ഹൗ വണ്ടർഫുൾ അവർ സ്കൂൾ ഈസ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ റീഡേഴ്സ് ക്ലബിലാണ്, കൂടുതലും ബുക്സ് ബേസ്ഡ് ആണ് എൻ്റെ ഡൊമൈൻ. ദർ ഇസ് നോട്ട് 1 week passes by without any program based on books. Like recently we had the DEAR program, the drop everything and read, where all the students in the school were ബുക്സ് ഒക്കെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് വായനയിലോട്ട് എല്ലാവരും സ്കൂളിൽ നിന്ന് നിന്നതുണ്ടായിരുന്നു. പിന്നെ വേറെ സ്കൂളുകളിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഗിഫ്റ്റ് എ ബുക്ക് ഗെറ്റ് എ ഫ്രണ്ട് പ്രോഗ്രാം, അതിൽ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി അവരുടെ ലൈബ്രറി ഒക്കെ കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. വായിക്കുന്ന ആളാന്ന് പറഞ്ഞു എഴുതാറുണ്ട്, ഞാൻ പോയം എഴുതാറുണ്ട്, ബട്ട് കൂടുതൽ ടോക്കിംഗ് ആണ്. ഇംഗ്ലീഷ് പോയംസ്. ബിഫോർ ദ blazing glory of the sun, the stars are powerless, but in its shine I saw myself reflected. സൂപ്പർ. എന്താണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അത് പറയൂ.
അല്ലേ ഞാൻ എന്നും ഈ വഴി പോകുമ്പോ ഇവിടെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതെ അത് അപ്പൊ കണ്ടിട്ട് എനിക്കും വേണമെന്ന് പറഞ്ഞു വന്നു. അതെ എന്താ ചെയ്യാൻ ആഗ്രഹം? എന്തെങ്കിലും മനസ്സിലുണ്ടോ രണ്ടുപേരുടെയും? ഉണ്ടോ? മിനി റോബോട്ടാണ്. ഇതാ വന്നേ ഉള്ളൂ, റോബോട്ടാണ് മനസ്സിൽ. ഓക്കെ, മിനി റോബോട്ട്. സഹായിക്കണം കേട്ടോ ചേട്ടന്മാരെ. ആ, ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണോ? മീൻസ് വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ പ്രോജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വേറെ ക്ലബിലാണ്. വേറെ ക്ലബിലാണ്. ഇഷ്ടമാണോ ഇതുവരെ പോകുമ്പോ ഇങ്ങനെ നോക്കാറുണ്ടോ? ഞാൻ 6th ഈ ക്ലബിലായിരുന്നു. അപ്പോൾ സഹായിക്കാനൊക്കെ ചില പ്രോജക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടുന്നവര്? നിലാവേ നിലാവേ നിലനിലാവേ നീ അറിഞ്ഞോ നീഹാരമുല്ലകൾ പൂവണിഞ്ഞോ നീലഗിരിക്കുന്നിലേ നീലക്കുറിഞ്ഞി ചൊല്ലി എൻ മലർവാടിയും മിഴി തുറന്നു എൻ മലർവാടിയും മിഴി തുറന്നു നിലാവേ നിലാവേ നിലനിലാവേ നീ അറിഞ്ഞോ നീ അറിഞ്ഞോ. ഇവിടെ ഈ സ്കൂള് എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സിനും ഈ ഒരു ടെക്നോളജിക്കൽ റിലേറ്റഡ് കണ്ടന്റിനെക്കാട്ടിയും അക്കാഡമിക്കിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ കൊമേഴ്സ് ബാച്ചും ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമ്മൾ KVAFS ആക്കുളത്തിലാണ് പോയത്. അവിടുത്തെ കൊമേഴ്സ് ബാച്ചും നമ്മുടെ കൊമേഴ്സ് ബാച്ചും തമ്മിൽ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ്, ലൈക്ക് നമ്മുടെ സ്കൂളിൽ മാത്രമല്ല ഇത് മറ്റു സ്കൂളിലും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സ്കൂളുമായിട്ട് നമുക്ക് ഒന്നിച്ചൊരു സൗഹൃദം, ഒന്നിച്ച് പഠിക്കാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. വന്നപ്പോൾ തന്നെ ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിൽ കയറി, നാഷണൽസ് പോയി. പിന്നെ ഇപ്പൊ അടുത്ത് ഞങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ബാസ്കറ്റ്ബോൾ മാത്രമാണ് മോളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഞാൻ ഏകദേശം എല്ലാ സ്പോർട്സും കളിക്കും. മുന്നത്തെ സ്കൂളിൽ ഫുട്ബോൾ ആയിരുന്നു, അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ ബാസ്കറ്റ്ബോളാ. ഇവിടെ നേരത്തെ വരാറുണ്ടോ അതോ ഇപ്പൊ വന്നതാണോ? ഇപ്പൊ വന്നതാ. അപ്പൊ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ? കുറച്ചുകൂടെ കെമിസ്ട്രി. കെമിസ്ട്രി. പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്. കുറച്ച് എഴുതും വായിക്കും. 3 ബുക്ക് പബ്ലിഷ് ചെയ്തു. ഇതാണ് കുറച്ച്. ഞാൻ ഞെട്ടി. കുറച്ച് എഴുതും 3 ബുക്ക് പബ്ലിഷ്. ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷൻ എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഭയങ്കര അല്ലേ അത്. 3 ബുക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാ അല്ലേ? 3 സെന്റ് ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടി വലുതല്ലേ? ഉണ്ടെന്നല്ലേ, ബാക്കിയുള്ളവരോട് അവരുടെ ഷോർട്ട് സ്റ്റോറീസ് എല്ലാം കൂടെ ഒന്ന്. ഓക്കെ എനിവേ സൂപ്പർ. ഷോർട്ട് സ്റ്റോറീസ് ആണോ ഇഷ്ടം എഴുതാന്? നോവൽ എഴുതാൻ പബ്ലിഷ് ചെയ്യാൻ അത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. കുറച്ചുകൂടി ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടും. നോവൽ എഴുതാൻ ഇഷ്ടമാണ്. എഴുതുന്നുണ്ടോ എന്തെങ്കിലും? എഴുതുന്നുണ്ട്. നോവലും ഷോർട്ട് സ്റ്റോറി പോയല്ലായിരുന്നു. എങ്ങനത്തെ എന്ത് എഴുതാനാ ഇഷ്ടം? അതിനെ വായിക്കുന്ന പോലെ സത്യത്തിൽ ഞാൻ എഴുതി തുടങ്ങിയ ഒരു 5ാം ക്ലാസ് എടുത്താണ്. അപ്പം അന്നേരം കുറച്ചുകൂടെ മിസ്റ്ററി ഒക്കെ വായിക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്ത പകുതി എണ്ണം മിസ്റ്ററി തന്നെയാണ്. ഞാൻ ഈ ലാബില് ഫസ്റ്റ് ടൈമാണ് അകത്തോട്ട് തന്നെ വരുന്നത്. ഞാൻ ഈ ഏരിയയിലോട്ടേ വരാറില്ല. ഇത് ഈ ലാബിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വാൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മാത്രമാണ് ഇവിടെ ഈ ഇങ്ങോട്ട് വന്നത്. ഞങ്ങള് സ്കൂൾ ഫുള്ള് വരച്ചു വെച്ചേക്കുവാണ്. ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. ബീനുസാറും പിന്നെ ഇതിപ്പോ ഈ ഒരു ഐഡിയ നിങ്ങൾ ഈ ചുമരിൽ വരയ്ക്കാന്ന് പറഞ്ഞ് ഇവിടുത്തെ വാളിൽ വരച്ചില്ലേ, ആ ഐഡിയ എങ്ങനെയായിരുന്നു? നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു ഇതെന്തായിരുന്നു? ഞങ്ങളോട് കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ ആർട്ട് ടീച്ചർ, മാഡം ഇപ്പൊ ഇവിടെ ഇല്ല, സാവിത്രി മാം പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം, ബോൾ വെറുതെ കിടക്കുമല്ലേ, കുട്ടികൾ കാണുമ്പോൾ അവർക്കും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുമല്ലോ. അപ്പോൾ G20 ആയിരുന്നു ഇവിടുത്തെ ടോപ്പിക്. മുകളിൽ ഞങ്ങൾ ബയോടെക്നോളജി ലാബിന്റെ ഫ്രണ്ടിൽ വരച്ചിട്ടുണ്ട്. അത് ബയോടെക്നോളജി ആയിട്ട് തന്നെയാണ്. അപ്പോൾ കുട്ടികളെ കാണുമ്പം അവർക്ക് വെറുതെ ഇങ്ങനെ തോന്നാൻ പാടുള്ളൂ ഇത് എന്താ വരച്ച് വെച്ചേക്കുന്നതെന്ന്. അവർ കാണുമ്പം ചോദിക്കും അതിനെപ്പറ്റി. അത് ബയോടെക്നോളജി അല്ലേ, അപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ ഇൻഫർമേഷൻ കിട്ടും. ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ചിത്രങ്ങളുണ്ട്. ഞങ്ങള് ലൈബ്രറിയിൽ ഞാൻ വരച്ച ഒരു അക്രിലിക് പെയിന്റിംഗ് ഉണ്ട് ഗാന്ധിജിയുടെ. എന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ ലൈഫും ഇതൊക്കെ ആയിട്ട് ഉള്ളൊരു 3 ഫുട്ടാണ് അത് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ, അടിപൊളിയാട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ശാസ്ത്രജ്ഞ
ശാസ്ത്രജ്ഞർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യവും ഒരുക്കാനായിട്ട് ഇവിടുത്തെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒപ്പമുണ്ട് എന്നുള്ളതാണ്. പാഠം 4ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം. പാഠം 4 നിങ്ങളുടെ സ്കൂളിലേക്കും വരും. സ്പെഷ്യൽ ഒക്കേഷൻസ് ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 6304923349.